السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين. നാം പറഞ്ഞു വെച്ചത് നല്ല കാര്യത്തിനെതിരിൽ നമ്മുടെ സത്യം ഒരിക്കലും വിലങ്ങുതടിയാകാൻ പാടില്ല. ഞാൻ അയാളെ സഹായിക്കില്ല അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കില്ല എന്നൊരാൾ സത്യം ചെയ്താൽ ആ സത്യത്തിൽ അയാൾ പിഴക്കുകയും എന്നിട്ട് അതിന്റെ പിഴ അടക്കുകയും എന്നിട്ട് ആ നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ അറബികളുടെയും അതുപോലെ അറബികളല്ലാത്തവരുടെയും സംസാരത്തിൽ പലപ്പോഴും സത്യത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇടക്കിടക്ക് വരും. വല്ലാഹി, ലാ വല്ലാഹി, ബലാ വല്ലാഹി, ഇത്തരം പ്രയോഗങ്ങൾ. അതിന് യഥാർത്ഥ സത്യത്തിന്റെ വിധിയുണ്ടോ ഇല്ലയോ? ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വിഷയം. അതിലേക്ക് നമുക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും വല്ലാഹു ഗഫൂറുൻ ഹലീം. ലാ യുആഖിദുകും അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ല. ബില്ലഗ്വി നിഷ്ഫലമായതുകൊണ്ട് ഫീ അയ്മാനിക്കും നിങ്ങളുടെ സത്യത്തിൽ. അപ്പൊ സത്യത്തിൽ കാര്യമല്ലാത്ത ചില സത്യങ്ങളുണ്ട്. അതാണ് അറബികളുടെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയും. ലാ വല്ലാഹി, ബലാ വല്ലാഹി എന്നിങ്ങനെ ഇടക്കിടക്ക് പറയും. അത് യഥാർത്ഥ സത്യത്തിന്റെ വിധിയുള്ളതല്ല. അതിപ്പോ നമ്മുടെ മലയാളികൾ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, സത്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അത് യഥാർത്ഥ സത്യമല്ല. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നതിന്റെ വിധി അതിനില്ല എന്നതുപോലുള്ള ഒരു സത്യമാണത്. അത് ലഘുവായ യമീൻ എന്ന് പറയുന്ന നിഷ്ഫലമായ സത്യം. അതിന്റെ പേരിൽ നിങ്ങളെ പിടികൂടുകയില്ല. അതിന് നിങ്ങൾ നഷ്ടപരിഹാരം അടയ്ക്കേണ്ടതും ഇല്ല. വലാകിൻ യുആഖിദുകും, പക്ഷെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. ബിമാ കസബത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് സത്യം ചെയ്തതാണെങ്കിൽ അതില് നടപടി സ്വീകരിക്കും. ആ സത്യത്തിന് എതിര് ചെയ്യുന്നുവെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം, അതിന്റെ കഫാറത്ത് നൽകണം. അതല്ല ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ശിക്ഷ ഉണ്ടാകും. നല്ല കാര്യത്തിന് എതിരിലായിരിക്കും സത്യം ചെയ്തത്. അപ്പൊ സത്യത്തിൽ സത്യമല്ലാത്ത ചില സത്യങ്ങളുണ്ട്. അതിന് ലഘുവായ യമീൻ എന്നാ പറയും. അല്ലാഹു തആല ഗഫൂറുൻ, അവൻ വളരെയേറെ പൊറുക്കുന്നവനാകുന്നു. ഹലീമുൻ, അവൻ വളരെ ക്ഷമയുള്ളവനുമാകുന്നു. അള്ളാഹു ക്ഷമിക്കുന്നത് കൊണ്ടല്ലേ മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ഉടനടി ശിക്ഷ നൽകാതെ ഒഴിവാക്കുന്നത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തല്ലേ എത്രയോ തെറ്റ് ചെയ്യുന്ന നമുക്ക് അള്ളാഹു പാപമോചനം നൽകുന്നത്. നിസ്കരിച്ചാൽ അവന്റെ പല തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഉളൂ ചെയ്താൽ ആ ഉളൂവിന്റെ വെള്ളം അവന്റെ അംഗത്തിലൂടെ നീങ്ങുന്നതോടുകൂടെ പല തെറ്റുകളും അവന് പുറത്തു കൊടുക്കുന്നു. ഇതൊക്കെ അള്ളാഹു ഗഫൂർ ആയതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനാകുന്നു. അള്ളാഹു വളരെയേറെ ക്ഷമയുള്ളവനും ആകുന്നു. സത്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഗൗരവമുള്ള ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് ഈലാ എന്നാ പറയാം. ഈലാ, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നടക്കുന്ന ഒരു സത്യമാണത്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുമായിട്ട് 4 മാസത്തിലധികം കാലം ബന്ധപ്പെടാതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരുത്തൻ അവന്റെ ഭാര്യയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവളെ ഇനി ഒരിക്കലും പെരുമാറില്ല, അല്ലെങ്കിൽ 5 മാസം 10 മാസം ഞാൻ അവളെ ഉപയോഗിക്കില്ല, 4 മാസത്തിന്റെ അപ്പുറം അവളുമായിട്ട് ബന്ധപ്പെടുകയില്ലെന്ന് സത്യം ചെയ്താൽ അതിന് ഈലാ എന്ന് പറയുന്നു. ആ സത്യം വളരെ ഗൗരവമുള്ള സത്യമാണ്. അങ്ങനെ ഒരാൾ സത്യം ചെയ്താൽ അവനെതിരിൽ ചില നടപടികൾ വരും. അഥവാ ഇവൾക്ക് അന്നത്തെ കോടതിയെ സമീപിക്കാനുള്ള വകുപ്പുണ്ട്. ഖാദിയെ സമീപിക്കുന്നു അവൾ. എന്നിട്ട് അവൾ പരാതിപ്പെടുന്നു, എന്റെ ഭർത്താവ് ഞാനുമായി അടുക്കുകയില്ല 4 മാസത്തിനപ്പുറം എന്ന് അയാൾ സത്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കോടതി അർഹിക്കുന്ന നീതി വാങ്ങിത്തരണമെന്ന്. ഇങ്ങനെ വരുമ്പോൾ കോടതി ആ ഭർത്താവിനെ വിളിപ്പിക്കും. എന്നിട്ട് പറയും, 4 മാസത്തെ സമയം കൊടുക്കും, അതിന്റെ അപ്പുറം പോകാൻ പറ്റില്ല. അപ്പുറം പോകുന്നുവെങ്കിൽ ഒരുപക്ഷെ നീ അവളെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണം, അല്ലെങ്കിലോ നിന്റെ സത്യത്തിൽ നീ പിഴച്ചിട്ട് അവളുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ വരുമ്പോൾ ഒരു കഫാറത്ത് കൊടുക്കേണ്ടി വരുന്നു. കാരണം സത്യത്തിനെതിരായിട്ടാണ് അവൻ നീങ്ങുന്നത്. ഇതിനാണ് ഈലാ എന്നും ഇതാണ് ഈലായിനെ തുടർന്നുണ്ടാകുന്ന വിധിയും. അതാണ് ഇനി പറയാനുള്ളത്. ലില്ലദീന യുഅലൂന മിൻ നിസാഇഹിം തറബ്ബുസു 4 അശ്ഹുർ
فإن فاءوا فإن الله غفور رحيم. ലില്ലദീന ചില പുരുഷന്മാർക്കുണ്ട്. ആ പുരുഷന്മാർ ചെയ്യുന്നത് യുലൂന അവർ സത്യം ചെയ്യുന്നു മിൻ നിസായിഹിം അവർ സ്ത്രീകളെ തൊട്ട്. അഥവാ ഞാൻ അവളിലേക്ക് അടുക്കുകയില്ലെന്ന് അവൻ സത്യം ചെയ്യുന്നു, ഞാൻ അവളുമായിട്ട് ബന്ധപ്പെടില്ലെന്ന് അവൻ സത്യവാചകം പറയുന്നു. അങ്ങനെ വന്നാൽ തറബുസു അർബാത്തി അശ്വരി 4 മാസത്തെ പ്രതീക്ഷയുണ്ട്. 4 മാസം അവന് ഖാലി വിധിക്കും. 4 മാസം നിനക്ക് അവളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാലൊന്ന് തീരുമാനമാകണം. ഒരുപക്ഷെ അവളെ തൊലാക്ക് ചൊല്ലിയിട്ട് ഒഴിവാക്കി കൊടുക്കണം. അതല്ലെങ്കിലോ നീ എടുത്ത ഈ സത്യത്തിന് എതിരായിട്ട് അവളുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ നീ കഫാറത്ത് കൊടുക്കണം. ഇങ്ങനെ അവനെതിരിൽ ഒരു തീരുമാനം ഖാലി എടുക്കും. അതാണ് പറയുന്നത് തറബുസു അർബാത്തി അശ്വരി 4 മാസത്തെ ഒരു പ്രതീക്ഷ അവന് നൽകും. ഫൈം ഫാഉ അങ്ങനെ ഈ സത്യം ചെയ്തവർ ആ സത്യത്തിന് എതിരായിട്ട് ഈ കാര്യത്തിലേക്ക് മടങ്ങി ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ സത്യത്തിന് എതിരാണ് ഇപ്പോൾ ചെയ്തത്. ഇങ്ങനെ വന്നാൽ അവൻ കഫാറത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ കഫാറത്ത് അവൻ കൊടുക്കണം, അത് നിർബന്ധമാണ്. ഫ ഇന്നല്ലാഹ അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല ഗഫൂറുൻ അവൻ പുറത്തു കൊടുക്കുന്നവനാകുന്നു, റഹീമുൻ അവൻ കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇവനിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഈ ചെയ്തത്. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞാൽ അത് വളരെ സുദൃഢമായൊരു ബന്ധമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് ഭർത്താവിൻ്റെയും ഭർത്താവ് പെണ്ണിന്റെയും വസ്ത്രങ്ങളാണ്, അത്രയും അടുത്തവരാണ് എന്ന്. അവരിൽ നിന്ന് അവർക്കിടയിൽ ഇത്തരം ഒരു പെരുമാറ്റമോ ഒരു വാക്കോ സത്യമോ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് സംഭവിച്ചു ഇവനിൽ നിന്ന്. ഇപ്പൊ ഇന്നല്ലാഹ അല്ലാഹു തആല ഗഫൂറുൻ വളരെയേറെ പൊറുക്കുന്നവനാകുന്നു, റഹീബുൻ അവൻ കരുണ ചെയ്യുന്നവനും ആകുന്നു. അതുകൊണ്ട് ഈലാഹ് വളരെ ഗൗരവമുള്ള കാര്യമാകുന്നു. ഈലാഹ് ചെയ്ത പുരുഷനെതിരിൽ ഭാര്യ കോടതിയെ സമീപിച്ചാൽ, ഖാദിയെ സമീപിച്ചാൽ അവനെതിരിൽ നടപടി സ്വീകരിക്കും. ആ തീരുമാനം ഇങ്ങനെയാകുന്നു. ഒരുപക്ഷെ അവൻ ഈ സത്യത്തിൽ പിഴക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് അതിന്റെ കഫാറത്ത് കൊടുത്തിട്ട് അവളുമായിട്ട് അടുക്കണം. അതല്ലെങ്കിലുള്ള മാർഗം അവളെ ഒഴിവാക്കി കൊടുക്കുക, അതിന് ത്വലാഖ് എന്ന് പറയും. അതാണ് പറയുന്നത് വൈൻ അസമു ഈ ഈലാഹ് ചെയ്ത പുരുഷന്മാര് തീരുമാനമെടുത്തു അത്വലാഖ ത്വലാഖിനെ, ഞാൻ ഇനി അവളുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ആ ബന്ധത്തിലേക്ക് ഞാൻ മടങ്ങുന്നില്ല, ഞാൻ അവളുമായിട്ട് പിരിയുകയാണ് എന്നൊരു തീരുമാനമെടുത്താൽ അതിൻ്റെ തെറ്റൊന്നുമില്ല. ഫ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല സമീഉൻ അവന്റെ ഈ സത്യത്തെയും അവന്റെ ഈ ത്വലാഖിനെയും ഒക്കെ കേൾക്കുന്നവനാകുന്നു, അലീമുൻ എല്ലാം അറിയുന്നവനാകുന്നു. അതുകൊണ്ട് അവന് ത്വലാഖ് ചൊല്ലി പിരിയാം, അല്ലെങ്കിലോ അവളെ ബുദ്ധിമുട്ടിക്കാതെ അവളുമായിട്ട് ബന്ധപ്പെടാം. ഇതല്ലാതെ അവളെ കഷ്ടപ്പെടുത്താൻ ഒരിക്കലും ദീന് സമ്മതിക്കുകയില്ല. ഇതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഇനി ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അവൾക്ക് ഇദ്ദയുണ്ട്. ആ ഇദ്ദ അവളുടെ 3 ശുദ്ധിയാകുന്നു. ആ കാലഘട്ടങ്ങളിൽ അവളെ മടക്കിയെടുക്കാനുള്ള അധികാരം ഈ പുരുഷനുണ്ട്. ആ ത്വലാഖിന് റജ്ഇയ്യായ ത്വലാഖ് എന്നാ പറയാ, റജ്ഇയ്യായ ത്വലാഖ്. ആ 3 ശുദ്ധി കഴിയുന്നതിന്റെ മുമ്പ് അവളെ അവന് തിരിച്ചെടുക്കാൻ നിക്കാഹിന്റെ ആവശ്യമില്ല. റാജഅതുഹ ഞാൻ അവളെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ പറയുന്നതിന് സാക്ഷിയുടെയും ആവശ്യം പോലുമില്ല. അത്രയും ലഘുവായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ റജ്ഇയ്യായ ത്വലാഖിലുള്ള പെണ്ണാണെങ്കിൽ ഇവൾക്ക് യഥാർത്ഥ ഭാര്യയുടെ അതേ വിധിയാണ്. എന്ന് വെച്ചാൽ ഇവൻ മരണപ്പെട്ടാൽ അവൾക്ക് സ്വത്തവകാശമുണ്ട്. അവളാണ് മരിക്കുന്നത് ഈ റജ്ഇയ്യായ ത്വലാഖിന്റെ കാലത്ത്. എന്നാൽ ഇവന് അവളൊരു സ്വത്തിൽ അവകാശമുണ്ട്. അപ്പൊ പല കാര്യങ്ങളിലും ഇവൾ ഇപ്പോഴും ഭാര്യാപദത്തിലാണ് ഉള്ളത്. അതാണ് പറയുന്നത് വൽമുത്തല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة വല്ലാഹു അസീസുൻ ഹകീം. വൽ മുത്തല്ലഖാത്തു ത്വലാഖ് ചൊല്ലി പിരിക്കപ്പെട്ടതായ സ്ത്രീകൾ യതറബ്ബസ്ന അവർ
കാത്തിരിക്കണം ബി അംഫുസിഹിന്ന, അവരുടെ നെഫ്സ് കൊണ്ട്. അവരുടെ ശരീരത്തെ ആ സ്ത്രീകൾ ഒതുക്കി നിർത്തണം. അവൾക്ക് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാനോ അവൾക്ക് പുറത്തിറങ്ങാനോ സ്വാതന്ത്ര്യമില്ല. അവളുടെ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം. പുറത്തേക്ക് പോകാനോ മറ്റൊരു ഭർത്താവുമായിട്ട് ഉള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാനോ കെട്ടാലോചന നടത്താനോ ഒന്നും പാടില്ല. എത്ര കാലം? സലാസത്ത് ഖുർഇൻ, 3 ഖുർഉകൾ. 3 ഖുർഇ എന്ന് പറഞ്ഞാൽ 2 ആർത്തവത്തിനിടയിലുള്ള ഒരു ശുദ്ധിക്കാണ് ഖർഇ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് ഖുർ. അപ്പൊ 3 ശുദ്ധികൾ. അപ്പൊ ആ 3 ശുദ്ധിയുടെ കാലത്ത് ഈ തലാഖ് ചൊല്ലിയ ഭർത്താവിന് ഇവളുടെ മേൽ ചില അധികാരങ്ങളുണ്ട്. എന്താ? ഇവളെ ഭാര്യാപദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അധികാരം ഇവന് ഉണ്ട്. ഇവൻ മരണപ്പെട്ടാൽ അവൾക്ക് സ്വത്തവകാശമുണ്ട്, അവൾ മരണപ്പെട്ടാൽ ഇവന് സ്വത്തവകാശമുണ്ട്. അപ്പൊ ഭാര്യാപദത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ അതേ വിധി തന്നെയാണ് ഇത്. ഒരു തലാഖ് ചൊല്ലിയാൽ അല്ലെങ്കിൽ 2 തലാഖ് ചൊല്ലിയാലാണ് ഉള്ളത്. 3 തലാഖ് ചൊല്ലിയാൽ പിന്നെ അവളെ മടക്കിയെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രത്യേകമായ വിധികളാണ് അത് പിന്നീട് പറയും. അപ്പോ മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ് ചെല്ലപ്പെട്ട പെണ്ണ് 3 ശുദ്ധികൾ അവൾ കാത്തിരിക്കണം. വലാ യഹല്ലു ലഹുന്ന, അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അനുവദനീയമല്ല. ഐ യക്തുംന, അവൾ മറച്ചുവെക്കൽ മാ ഖലഖല്ലാഹു, അല്ലാഹു തആല പടച്ചതിനെ ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭാശയത്തിൽ. ഇവനും ഇവളും തമ്മിൽ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവളുടെ ഗർഭാശയത്തിൽ ഗർഭത്തിന്റെ തുടക്കമുണ്ടെങ്കിൽ അത് അവൾ മറച്ചു വെച്ചിട്ട് 3 ശുദ്ധിയുടെ ശേഷമായിട്ട് ഇവനുമായിട്ട് പിരിഞ്ഞിട്ട് മറ്റൊരാളെ സ്വീകരിക്കാൻ അതിന് വകുപ്പില്ല. കാരണം അവളുടെ ഗർഭാശയത്തിൽ ഇവന്റെ കുഞ്ഞുണ്ട്. ഈ ത്വലാഖിന്റെ ഇദ്ദ അവസാനിക്കൽ ഹാമിലായ പെണ്ണാണെങ്കിൽ, ഗർഭിണിയായ പെണ്ണാണെങ്കിൽ ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പ്രസവിക്കൽ കൊണ്ടാകുന്നു. അപ്പൊ അവളുടെ ഗർഭാശയത്തിൽ അള്ളാഹു ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ അവൾക്ക് നിയമമില്ല. വലാ യഹല്ലു ലഹുന്ന, സ്ത്രീകൾക്ക് അനുവദനീയമല്ല. ഈ റജഈയായ മടക്കിയെടുക്കാൻ പറ്റുന്ന തലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന് അനുവദനീയമല്ല. ഐ യക്തുംന, അവർ മറച്ചുവെക്കൽ മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭാശയത്തിൽ അള്ളാഹു പടച്ചതായ സന്തതിയെക്കുറിച്ച് മറച്ചുവെക്കാൻ പാടില്ല. എപ്പോൾ? ഇൻ കുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അവർ അള്ളാഹുവെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ. എന്ന് വെച്ചാൽ അങ്ങനെ മറച്ചുവെക്കൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടവളാണ്. യൗമുൽ ഖിയാമ എന്നൊരു നാൾ വരുന്നുണ്ട്. അന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഹിസാബുണ്ട്. ഇത് മനസ്സിലാക്കുന്നവളാണെങ്കിൽ അവൾ അത് മറച്ചുവെക്കാൻ പാടില്ല. ഇത്തരം റജഈയായ മടക്കിയെടുക്കാൻ പറ്റുന്നതായ ത്വലാഖിലുള്ള പെണ്ണിന് ഈ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞാൽ മറ്റൊരാളെ സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ഇദ്ദ തീരുന്നതിന്റെ മുമ്പ് ഇവന്റെ ഭാര്യാപദത്തിലേക്ക് തന്നെ തിരിച്ചു വരാനും പറ്റുമല്ലോ. എന്നാൽ ബുഊലത്തുഹുന്ന, അവളുടെ ഈ സ്ത്രീകളുടെ ഈ പഴയ ഭർത്താക്കൾ അഹഖു ബി റദ്ദിഹിന്ന ഫീ ദാലിക, ഇത്തരം ഘട്ടങ്ങളിൽ അവളെ മടക്കിയെടുക്കാൻ ഏറ്റവും അർഹതയുള്ളത് അവൻ തന്നെയാകുന്നു. കാരണം ഒറ്റ വാക്കുകൊണ്ട് ഇവന്റെ ഭാര്യാപദത്തിലേക്ക് എത്തുമല്ലോ. റാജഅതുഹ എന്ന് പറഞ്ഞാൽ അവൾ ഇവന്റെ ഭാര്യയായി തീർന്നു. ഇനി ആ ഇദ്ദ കഴിഞ്ഞു 3 ശുദ്ധി കഴിഞ്ഞാൽ പിന്നീട് മടക്കിയെടുക്കണമെങ്കിൽ ഒരു നിക്കാഹ് കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവനുമായിട്ട് കൂടി ജീവിച്ചവളാണ് അവൾ, അവളുമായിട്ട് കൂടി ജീവിച്ചവനാണ് ഇവൻ. അതുകൊണ്ട് ഇവന്റെ സ്വഭാവവും അവളുടെ സ്വഭാവവും പരസ്പരം അറിഞ്ഞവരാണ്. അതുകൊണ്ട് ബുഊലത്തുഹുന്ന, അവരുടെ പഴയ ഭർത്താക്കൾ അഹഖു ബി റദ്ദിഹിന്ന, മടക്കിയെടുക്കാൻ അർഹതപ്പെട്ടത് അവർ തന്നെയാണ് ഫീ ദാലിക, ഈ പറയപ്പെട്ട ഘട്ടങ്ങളിൽ. ഇൻ അറാദു ഇസ്ലാഹ, ഒരു നന്മ അവർ ഈ കുടുംബങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് സംഭവിക്കാനുള്ളത് സംഭവിച്ച് ഇവളെ പിരിച്ചു അയച്ചു ഒക്കെ റെഡി തന്നെ. അതിൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോ ഈ ഭാര്യ ഒരുത്തരും ഭർത്താവ് മറ്റൊരുത്തരുമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ പ്രശ്നം സൃഷ്ടിക്കും. അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ടാകും, കുടുംബങ്ങൾ പിണങ്ങലൊക്കെ ഉണ്ടാകും. ഇസ്ലാഹിനെ, നന്മയെ അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവളെ മടക്കിയെടുക്കാൻ അർഹതപ്പെട്ടത് ഈ ഭർത്താവ് തന്നെയാകുന്നു. വലഹുന്ന, സ്ത്രീകൾക്ക് കിട്ടേണ്ടതുണ്ട്. മിസ്ലുല്ലദി അലൈഹിന്ന, ആ സ്ത്രീകൾക്ക് ബാധ്യതയുള്ളത് പോലത്തുള്ള കാര്യങ്ങൾ. അഥവാ ഭർത്താവിന് പല കാര്യങ്ങളും ഇവൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഭർത്താവ് ഇവളോട് എപ്പോഴാണോ അവന്റെ ആവശ്യം പറയുന്നതെങ്കിൽ അതിന് കീഴ്പ്പെട്ടേ പറ്റൂ. കാരണം അവന് മറ്റു നിർവാഹമില്ല.
അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഇവളല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് ഇവളുടെ മേൽ അവന് ചില ആധിപത്യങ്ങളുണ്ട്, ചില അവകാശങ്ങളുണ്ട്. അതുപോലെ ഇവൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ ഇവന്റെ സമ്മതം ഉണ്ടായിരിക്കണം. ഇവൾക്ക് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഈ ഭർത്താവിന്റെ സമ്മതം കൂടിയേ തീരൂ. അപ്പോൾ ഭർത്താവിന് പല കാര്യങ്ങളും ഇവളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ഇവൾക്ക് ഈ ഭർത്താവിൽ നിന്ന് പലതും കിട്ടേണ്ടതുണ്ട്. എന്താ? ഇവൾക്ക് നിത്യച്ചെലവ് കൊടുക്കേണ്ടത് അവനാകുന്നു. ഇവൾക്ക് പാർപ്പിടം നൽകേണ്ടത് ഈ ഭർത്താവാകുന്നു. ഇവൾക്ക് വസ്ത്രം നൽകാൻ ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട്. ഇവൾക്ക് വിറക് വാങ്ങി കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇവൾക്ക് കറി വാങ്ങി കൊടുക്കണം, ഇവൾക്ക് ഉപ്പ് വാങ്ങി കൊടുക്കണം. അങ്ങനെ തുടങ്ങി ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഈ ഭർത്താവിൽ നിന്ന് കിട്ടണം. ഇവളെ പുറത്തിറക്കാതെ അവളുടെ സൗകര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കേണ്ടവനാണ് പുരുഷൻ. അതുകൊണ്ട് ലഹുന്ന, സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതുണ്ട് മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ മേലിൽ ബാധ്യതപ്പെട്ട, ആ സ്ത്രീകളുടെ മേലിൽ ബാധ്യതപ്പെട്ടതുപോലെ തന്നെ അവർക്ക് ചില ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചില അവകാശങ്ങളുമുണ്ട്. ബിൽ മാറൂഫി, അതൊക്കെ ദീനിൽ അറിയപ്പെട്ടതായ രൂപത്തിലാകുന്നു. ഇതേപോലെ തന്നെ വലിരിജാലി അലൈഹിന്ന ദർജ, ഈ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് പ്രത്യേകമായ ചില പദവികളുണ്ട്. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, തുല്യരല്ല. എന്തുകൊണ്ട്? പുരുഷന്മാർക്ക് അള്ളാഹു ചില ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചു കൊടുക്കണം. ഇവളെ പുറത്തിറക്കാതെ ഇവളുടെ കാര്യങ്ങളൊക്കെ അവൻ നിർവഹിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ഈ ബാധ്യസ്ഥനായ പുരുഷന്മാർക്ക് ഈ സ്ത്രീകളെക്കാൾ പദവി കൂടുതലുണ്ട്. അത് അംഗീകരിച്ചേ പറ്റൂ. അല്ലാഹു തആല അസീസുൻ, അവൻ പ്രതാപമുള്ളവനാകുന്നു. അവനുമായിട്ട് ആരെങ്കിലും ഏറ്റുമുട്ടിയാൽ അവൻ തോറ്റത് തന്നെ അള്ളാഹുവെ വിജയിക്കൂ. ഹക്കീമുൻ, അവൻ ആവശ്യമായ ഹുക്കുമുകളൊക്കെ നടത്തുന്നവനാകുന്നു. അവൻ നടത്തുന്ന ഏത് ഹുക്കുമിലും വിധികളിലും തത്വങ്ങൾ അടങ്ങിയിരിക്കും, അതില് മസ്ലഹത്തുണ്ടായിരിക്കും. സ്ത്രീ പുരുഷന്മാരുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആവശ്യമായ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് അത് വളരെ ഹിക്മത്തോടു കൂടെയാകുന്നു, തത്വത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. അത്വലാഖു മർറതാനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈആ ഇല്ലാ അൻ യഖാഫാ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അത്വലാഖു, മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ്, ആ ത്വലാഖാണ് ഇതുവരെ പറഞ്ഞത്. അവളെ മടക്കിയെടുക്കാൻ അവകാശപ്പെട്ടത് ആ ഭർത്താവാണെന്ന് പറഞ്ഞല്ലോ, ആ ത്വലാഖാണ് ഇതുവരെ സംസാരിച്ചത്. അതുകൊണ്ട് അത്വലാഖ്, മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ്, അതിന് റജിഇയായ ത്വലാഖ് എന്ന് പറയും. മർറത്താനി, അത് 2 വട്ടമാകുന്നു. ഒരു വട്ടം നിന്റെ ഒരു തലാഖ് ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞാൽ അവളെ മടക്കിയെടുക്കാൻ അവകാശമുണ്ട്. 2 തലാഖ് ചൊല്ലി, അങ്ങനെ 2 തലാഖ് ചൊല്ലി പിരിച്ചാലും മടക്കിയെടുക്കാൻ അവകാശമുണ്ട്. 3 ചൊല്ലിയാലോ അത് മടക്കിയെടുക്കാൻ നിയമമില്ല. അപ്പൊ മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ് 2 എണ്ണമാകുന്നു എന്നല്ലാതെ ത്വലാഖ് തവണകളാണെന്നല്ല. ഇംസാക്കുൻ, അതിന് ശേഷം ഇനി 2 തലാഖ് ചൊല്ലി ഇനി ഇവൻ ചെയ്യേണ്ടത് എന്താ? ഇംസാക്കും ബി മാറൂഫിൻ, ഇനി ഒരു പക്ഷേ അവളെ ദീനിൽ അറിയപ്പെട്ടതായ നിയമവ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവളെ മുറുകെ പിടിക്കുക. അപ്പൊ ഭാര്യാപദത്തിൽ നിലനിർത്തുക. ഇനിയൊരു തലാഖ് ചൊല്ലിയാലോ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഇംസാക്കും ബി മാറൂഫിൻ, അറിയപ്പെട്ടതായ നിയമമനുസരിച്ച് അവളെ മുറുകെ പിടിക്കുക. അതല്ലെങ്കിലോ ഔ തസ്രീഹുൻ ബി ഇഹ്സാനിൻ, നല്ല നിലക്ക് അവളെ വിട്ടയക്കുക. ഇത് രണ്ടല്ലാത്ത മറ്റൊരു നിയമവുമില്ല. അപ്പൊ 2 തലാഖ് ചൊല്ലിയവൻ റജഇയായ തലാഖിന്റെ എണ്ണം തീർന്നു കഴിഞ്ഞു. ഇനി അവന് രണ്ടാലൊന്നേ പറ്റൂ, ഒന്നുകൂടി ചൊല്ലിയിട്ടാണ്ട് വിട്ടയക്കുക. അപ്പൊ കയ്യിൽ നിന്ന് പോയി, അത് നല്ല നിലക്ക് വിടുക. അതല്ലെങ്കിലോ തലാഖ് ചെല്ലാതെ ഇനി അങ്ങനെ ഒതുങ്ങിക്കൂടാ. ഈ 2 കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. ഇവളെ പണ്ട് നിക്കാഹ് കഴിക്കുന്ന കാലത്ത് ഇവൾക്ക് മഹർ കൊടുത്തിരിക്കും. അതുപോലെ ഇവളുടെ ചിലവുകളൊക്കെ നടത്തി കൊടുത്തിരിക്കും. എന്നാൽ ഇവളെ ത്വലാഖ് ചൊല്ലിപ്പിരിക്കുന്ന സന്ദർഭത്തിൽ ആ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇനി പിരിയാണല്ലോ, എന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ ഞാന് മഹർ തന്നത്, അതുപോലെ ചെലവിന് തന്നത് എന്നൊക്കെ ഒരു ന്യായം ഉണ്ടല്ലോ. അതിനെപ്പറ്റി പറയാം.
വലാ യഹല്ലുലക്കും പുരുഷന്മാരെ നിങ്ങൾക്ക് അനുവദനീയമല്ല അൻ തഖുദു നിങ്ങൾ പിടിക്കൽ മിമ്മ ആതയ്തുമുഹുന്ന അവർക്ക് നിങ്ങൾ നൽകിയതിൽ നിന്ന് ഷൈഅൻ യാതൊരു വസ്തുവിനെയും തിരിച്ചു വാങ്ങൽ അനുവദനീയമല്ല. അവൾക്ക് മഹർ കൊടുത്തിട്ടുണ്ടാവും, കഴിഞ്ഞ കാലത്ത് അവൾക്ക് താമസിക്കാൻ വീട് നൽകിയിട്ടുണ്ടാകും. ആ താമസിച്ചതിനുള്ളത് വാടക അങ്ങോട്ട് വാങ്ങാം, പറ്റില്ല. ഇനി ഖുൽഅ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഖുൽഅ അത് പറയാം. ഒരു ഭാര്യാപദത്തിലിരിക്കുന്ന പെണ്ണിന് ഈ ഭർത്താവുമായിട്ട് പിരിയേണ്ട ആവശ്യമുണ്ട്. അവന്റെ ദുസ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവൾക്ക് അവൻ പോരാത്തത് കൊണ്ടോ പിരിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ പെണ്ണിനാണ് പിരിയേണ്ട ആവശ്യം, ഇവനല്ല. അപ്പൊ ഇവൾ പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു സംഖ്യ തരാം, അത് നിങ്ങൾ എനിക്ക് തന്ന മഹർ അത് ഞാൻ തിരിച്ചു തരാം എന്ന് ഇവൾ പറയണം. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഓഹരി ഞാൻ വിട്ടുതരാം എന്ന് പറയണം. എന്നാൽ അതിന് വിരോധമല്ല. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് അവൾക്ക് നേരത്തെ നിങ്ങൾ നൽകിയതിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ചു പിടിക്കൽ അനുവദനീയമല്ല. എന്നാൽ ഇല്ല അൻ യഖാഫ രണ്ടുപേരും ഭയപ്പെട്ടു അല്ലാ യുഖീമ ഹുദൂദല്ലാഹി അള്ളാഹുവിന്റെ പരിധികളെ നിലനിർത്താൻ കഴിയുകയില്ലെന്ന് അവർ രണ്ടുപേരും പേടിച്ചു. എന്നാൽ ഒഴികെ ഫൈൻ ഖിഫ്തും നിങ്ങൾ പേടിച്ചാൽ അല്ലാ യുഖീമ ഹുദൂദല്ലാഹി അള്ളാഹുവിന്റെ ഹദ്ദുകളെ പരിധികളെ നിലനിർത്തുകയില്ല എന്ന് പേടിച്ചാൽ അപ്പൊ അവർ പിരിയാണ്. എന്ന് വെച്ചാൽ ഫലാ ജുനാഹ അലൈഹിമ ആ ഭാര്യയുടെ മേലോ ഈ പുരുഷന്റെ മേലോ തെറ്റില്ല ഫീ മഫ്തദത്ത് ബിഹി ഏതൊന്നുകൊണ്ടാണോ അവൾ ദാനമായി നൽകുന്നത് തെറ്റില്ല. അതാണ് ഖുൽഇന്റെ ഇവള്. ഇവൻ ഇവളെ ഒഴിവാക്കി കൊടുക്കുന്നു, അതിന് പകരത്തിൽ ഇവളിൽ നിന്നൊരു സംഖ്യ സ്വീകരിക്കുന്നു. ഒരുപക്ഷെ അന്നത്തെ മഹർ അതിനോട് തുല്യമായതായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഓഹരി ആയിരിക്കും. ഏതായിരുന്നാലും ശരി, പെണ്ണിന്റെ ആവശ്യമായിട്ടാണ് പിരിയുന്നത്. ഇതിനാണ് ഖുൽഅ എന്ന് പറയുന്നത്. തിൽക്കായി പറയപ്പെട്ടതൊക്കെ ഹുദൂദുല്ലാഹി അള്ളാഹുവിന്റെ ദീനിന്റെ പരിധികളാകുന്നു. ത്വലാഖ് പറഞ്ഞു, ത്വലാഖ് 2 ചൊല്ലിയാൽ 2 വരെ ചൊല്ലിയാലുള്ള നിയമം പറഞ്ഞു, 3 ചൊല്ലിയാലുള്ള നിയമം പറഞ്ഞു. ഇനി പെണ്ണിന്റെ ആവശ്യമായിട്ട് ഭർത്താവുമായിട്ട് പിരിയേണ്ടി വന്നാൽ ഖുൽഅ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ പരിധികൾ, അള്ളാഹുവിന്റെ ദീനിന്റെ പരിധികളാകുന്നു. ഫലാ തഅതദൂഹ അള്ളാഹു നിശ്ചയിച്ച ഈ പരിധിയിൽ ഒതുങ്ങി നിൽക്കുക എന്നല്ലാതെ ആ പരിധിയെ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാലോ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി അള്ളാഹുവിന്റെ ദീനിന്റെ പരിധികളെ ആരെങ്കിലും ലംഘിച്ചാൽ ഫഉലൈക അത്തരത്തിലുള്ള ആളുകൾ ഹും അവർ അല്ലാലിമൂന അവർ അക്രമികളാകുന്നു, ക്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്നവരാകുന്നു. ലാലിമുകളെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മേൽ പറയപ്പെട്ട നിയമങ്ങളാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ. ആ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവന് ജീവിക്കാം എന്നല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനം ഒന്നും ഇവരുടെ തീരുമാനം മറ്റൊന്നും അത് പറ്റില്ല. അതാണ് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി അള്ളാഹുവിന്റെ പരിധികളെ, അവന്റെ ദീനിന്റെ അതിർത്തികളെ ആരെങ്കിലും വിട്ടുകടന്നാൽ ഫഉലൈക അത്തരത്തിലുള്ള ആളുകൾ ഹും അവർ അല്ലാലിമൂൻ അവർ അക്രമികളാകുന്നു, ക്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്നവരാകുന്നു. ലാലിമുകൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹരുമാകുന്നു. ഇനി മറ്റൊരു നിയമം പറയാനുണ്ട്, വളരെ കടുകടുത്തൊരു നിയമമാണ്. ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ 1 ചൊല്ലി 2 ചൊല്ലി, ഇതിന് റജ്ഇയ്യായ തലാഖ് എന്ന് പറയും, മടക്കിയെടുക്കാൻ പറ്റും. അതിന് നിക്കാഹിന്റെ ആവശ്യമില്ല. ഇദ്ദയിൽ മടക്കുകയാണെങ്കിൽ ഇദ്ദ കഴിഞ്ഞാലോ നിക്കാഹ് മൂലം മടക്കാൻ പറ്റും. ഇതാ പറഞ്ഞത്. ഇനി ഒരു പുരുഷൻ അവന്റെ പെണ്ണിനെ ചൊല്ലിയ തലാഖ് 1 2 3 തലാഖ് ചൊല്ലി, അത് വളരെ ഗൗരവമുള്ള തലാഖാണ്. ഇങ്ങനെ ചൊല്ലിയാൽ പ്രത്യേക നിയമമുണ്ട്. എന്താ നിയമം? ആ പെണ്ണിനെ ഞാൻ മടക്കിയെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവന്റെ ഭാര്യാപദത്തിലേക്ക് വരില്ല, നിക്കാഹ് ചെയ്യാനും വകുപ്പില്ല. മറിച്ച് ആ സ്ത്രീയെ ഇവൻ ചൊല്ലിയ ത്വലാഖിനെ തുടർന്നുണ്ടായ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാള് നിക്കാഹ് കഴിക്കുകയും അയാളും ഇവളും തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്തു. അതിന് ശേഷം ഏതെങ്കിലും കാരണം വശാൽ ആ 2ാം ഭർത്താവ് പിരിഞ്ഞത് ഒരുപക്ഷെ അയാൾ മരിച്ചു പിരിഞ്ഞു, അതല്ലെങ്കിലോ തലാഖ് ചൊല്ലിയിട്ട് പിരിഞ്ഞു, അതിന്റെ ഇദ്ദയും കഴിഞ്ഞു, എന്നാൽ ഇവന് മടക്കിയെടുക്കാം. ഇങ്ങനൊരു കടുകടുത്ത നിയമമുണ്ട്. അതാ പറയുന്നത്.
فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله تلك حدود الله يبينها لقوم يعلمون فإن طلق ഇനി ആ പുരുഷൻ ഒഴിവാക്കിയാൽ മേൽ പറയപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ മറക്കണ്ട, 2 തലാഖ് ചൊല്ലി പിരിച്ചവളാണ് നേരത്തെ പറഞ്ഞത്. ഇനി ഒന്നുകൂടി ചൊല്ലിയാൽ 3 തലാഖായി. ഇങ്ങനെ 3 തലാഖ്, മൂന്നാമത്തെ തലാഖ് ചൊല്ലി, ഇതിന് ബായിനായ തലാഖ് എന്ന് പറയും. തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖ് എന്നാണ് അതിന്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ തലാഖ് അത് റജഇയായ തലാഖായിരുന്നു. ഫൈൻ തൊല്ലഖഹ, അവളെ 3-ാം വട്ടം തലാഖ് ചൊല്ലി. എന്നാലോ ഫല തഹില്ലു, അവൾ അനുവദനീയമാവുകയില്ല, ലഹു ഈ പുരുഷന്, മിൻ ബഅദു ഈ 3-ാം തലാഖിന് ശേഷം അവളെ ഒരിക്കലും അനുവദനീയമല്ല. അനുവദനീയമാകണമെങ്കിൽ ഒരു കടുകടുത്ത നിയമമുണ്ട്. അതെന്താണെന്നറിയോ? ഹത്താ തൻകിഹ, അവൾ സ്വീകരിക്കണം, സൗജൻ ഗൈറഹു, മറ്റൊരു ഭർത്താവിനെ. അതിന് ഇപ്പോൾ ഇവൻ ചൊല്ലിയ തൊലാഖിന്റെ ഇദ്ദ കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞതിന് ശേഷം അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കണം. എന്നിട്ടോ ഫൈൻ തൊല്ലഖഹ, ആ 2-ാം ഭർത്താവ് അവളെ തൊലാഖ് ചൊല്ലി ഒഴിവാക്കിയാൽ ഫലാ ജുനാഹ അലൈഹിമായി, പഴയ ഭർത്താവിന്റെയും ഇവളുടെയും മേൽ തെറ്റില്ല, ഐ യതറാജ, അവരുടെ പഴയ ഭാര്യാപദത്തിലേക്ക് മടങ്ങൽ. എങ്ങനെ? നിക്കാഹ് ചെയ്തിട്ട്. അതിനെന്ത് വേണം? അതിന്റെ 2-ാം ഭർത്താവിൽ നിന്ന് പിരിഞ്ഞതിന്റെ ഇദ്ദ കഴിയണം. പിരിഞ്ഞത് തലാഖ് ചൊല്ലിയിട്ടാണെങ്കിൽ ആ തലാഖിന്റെ ഇദ്ദ, അല്ല അയാൾ മരിച്ചു പിരിഞ്ഞതാണെങ്കിൽ വഫാത്തിന്റെ ഇദ്ദ കഴിയണം. 4 മാസവും 10 ദിവസമാണ് അത്. ഇങ്ങനെ ഭാര്യാപദത്തിലേക്ക് നിക്കാഹ് മൂലം മടങ്ങുമ്പോൾ അവർ 2 പേരും മനസ്സിലാക്കിയാൽ ആ യുഖീമ ഹുദൂദല്ലാഹി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പരിധികളൊക്കെ നിലനിർത്താൻ കഴിയും. നേരത്തെ പോലെ ഒന്നും ആകില്ല, തെറ്റിപ്പിരിയില്ല, നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് അവർ തീരുമാനിച്ചാൽ, അവർ ഭാവിച്ചാൽ, മനസ്സിലാക്കിയാൽ അങ്ങനെ മടങ്ങുന്നതിന് തെറ്റില്ല. അതിന് ഈ പറയപ്പെട്ട കടമ്പകളൊക്കെ കടന്നിരിക്കണം. വത്തിൽക്കായി പറയപ്പെട്ടത് ഹുദൂദുല്ലാഹി, അള്ളാഹുവിന്റെ ദീനിന്റെ പരിധികളാകുന്നു. യുബയ്യിനുഹാ, അതിനെ അള്ളാഹു തആല വിശദീകരിച്ചു തരുന്നു. ലിഖൗമി യഅലമൂന, കാര്യങ്ങളെ മനസ്സിലാക്കുന്ന വിഭാഗത്തിന്. കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരോടല്ലേ കാര്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവരോട് അള്ളാഹു ഇങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിക്കാഹിന്റെ കാര്യവും ത്വലാഖിന്റെ എല്ലാ വശവും ഖുൽഇന്റെ കാര്യവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഉണ്ടാകുന്ന കൂടിച്ചേരലും കൂട്ടം പിരിയലും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ പരസ്പരം ചേരുന്നവരിൽ, ഇണക്കമുള്ളവരിൽ, ഒതുക്കമുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ആ ജീവിതം പരലോകത്തേക്ക് ഏറെ ഉപകാരപ്പെടുന്നതാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ